ഹായ് ആൾ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ് കേട്ടോ വന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ട്രാൻസ്ജെൻഡറിലെ മേക്കപ്പ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സീമ വിനീത്. അവരുടെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റയിലും മേക്കപ്പ് വീഡിയോസൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പം അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഐശ്വര്യമുള്ള ഒരു മുഖമായിട്ടാണ് തോന്നുന്നത്. അപ്പം അവർ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ സമൂഹത്തിൽ നിന്ന് തന്നെ അവർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇന്നൊരു വീഡിയോ ചെയ്യേണ്ടായി. അത് ഒരാഴ്ച മുന്നേ ഇട്ട ഒരു പോസ്റ്റിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രശ്നമാണ്. അത് ഞാൻ സൈഡിൽ കാണിക്കാം അവരെന്ത് തരം പോസ്റ്റാണ് ഇട്ടതെന്ന്. എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡറിൽ തന്നെ വിവാഹം കഴിച്ച് ഒരു കുട്ടിയും ജനിച്ചതിന് ശേഷം അവരെന്താ ആ കുട്ടിയെയും ആ സ്ത്രീയെ ഉപേക്ഷിച്ച് അവർ ട്രാൻസ്ജെൻഡറായി മാറുന്നു. അപ്പോൾ അവിടെ ഒരു കുട്ടി ജനിക്കുകയും അവിടെ ഒരു സ്ത്രീയുടെ ലൈഫും ആ കുട്ടിയുടെ ലൈഫും സ്പോയിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്കൊരു കുട്ടിയെ ജനിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ ഒരു ട്രാൻസ്ജെൻഡറിലേക്ക് എത്തുന്നു എന്നാണ് ചോദിക്കുന്നത് സീമ വിനീത്. അതിലെന്താണ് തെറ്റെന്ന് എനിക്കതിൽ യാതൊരു തെറ്റും തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിവാഹത്തിന് മുന്നേ നിങ്ങൾ ആ വിവാഹം ചെയ്യാതെ, അല്ലെങ്കിൽ വിവാഹം ചെയ്താൽ തന്നെ ഒരു കുട്ടിയെ ജനിപ്പിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് കാര്യം പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ സത്വം അതിലേക്ക് പോവുക. ഇത് വിവാഹവും കഴിച്ച് ഒരു കുട്ടിയും ഉണ്ടായി ആ കുട്ടിയുടെ ലൈഫ് തന്നെ പോയില്ലേ, അച്ഛനെന്ന് പറയുന്ന ആ കുട്ടി ആരെ കാണിക്കും? അതാണ് സീമ വിനീത് പോസ്റ്റ് ഇട്ടിരുന്നത്. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം അവർക്ക് ഒരുപാട് ഭീഷണികളും അവർക്കതിൽ ഒരുപാട് ഗൂഢാലോചനകളും നടത്തുന്നുണ്ട്. അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ നടത്തുന്നത്. കാരണം ഈ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് അത് പൊള്ളിയിട്ടുണ്ടാവും. അത് 100% ഉറപ്പ് തന്നെയാണ്. ഒരുപാട് പേർക്ക് അത് പൊള്ളിയിട്ടുണ്ടാവും. അവരുടെ അടുത്ത് ഒരു ദേഷ്യമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്നൊരു ലൈവിൽ വന്നിരുന്ന് പറയുകയാണ്. കാരണം അത്രയും ബോൾഡായിട്ടുള്ള ഒരു വ്യക്തി ആ ലൈവിൽ വന്നിരുന്ന് കരയുവാണ്. കാരണം അധ്വാനത്തിലൂടെ അവർ സ്വന്തം പൊസിഷൻ നേടിയെടുത്ത ഒരു വ്യക്തിയാണത്. അപ്പോൾ ലൈവിൽ ഫസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് ഭീഷണികൾ, എനിക്കതിൽ ഒരുപാട് ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്. കാരണം ഞാൻ അതിലൊരു തെറ്റും പറഞ്ഞിട്ടില്ല. ഞാൻ ആ പോസ്റ്റ് ഇപ്പോഴും ഉണ്ട്, അത് സത്യം തന്നെയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി അവർക്കെതിരെ കുറ്റങ്ങളും അവർക്കെതിരെ ഗൂഢാലോചനകളും നടത്തുന്നുവെന്ന് അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു ഓഡിയോ അവർ കേൾപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ഇത്രത്തോളം ആൾക്കാർ ഇങ്ങനെയൊക്കെ എന്തിനാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർക്കെതിരെയായിട്ട് ചെയ്ത അല്ലെങ്കിൽ സംസാരിച്ചൊരു ഓഡിയോ ക്ലിപ്പ് നമുക്ക് കേൾക്കാം. വർക്കിന് പോയിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. ഷൊർണൂരായിരുന്നു വർക്ക്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വോയിസുകൾ കേൾക്കാനായിട്ട് ഇടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വോയിസുകളാണ്. അത് നിങ്ങൾക്ക് ഞാനിത് കേൾപ്പിച്ചു തരാം. അതിൽ ഞാൻ കുറച്ച് ആൾക്കാരുടെ വോയിസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. പറയുന്നത് കല്യാണ ദിവസമാണ് പറയേണ്ടത്. പോയിട്ട് എല്ലാവരും കണ്ടു. അപ്പൊ ഇവിടെ നിന്ന് 6 മണി അറിയത്തുള്ളൂ. മനസ്സിലായോ? കല്യാണ ദിവസം വരെ കാത്തിരിക്കാനാണ് പ്ലാന്. ദയവ് ചെയ്ത് ഇതിൽ ആരെങ്കിലും ഒരു വീഡിയോ ഇടുക. ഇതിനെതിരെ രക്ഷയ്ക്ക് പറ്റുമെങ്കിൽ അവരുടെ പേര് തന്നെ അത് പറയൂ. ഇവിടെ നമ്മുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ പറയുന്ന ആള്. അതുകൊണ്ട് അവരുടെ പേര് വെച്ച് തന്നെ ഒരു വീഡിയോ ഇടുക. ഇവിടെ നാട്ടിക്ക് നോക്കി ഇവിടെ വീട്ടിൽ പോകുന്നു. വന്നിട്ട് പോകുമ്പോൾ അത് കണ്ടതൊക്കെ തീരും. 1 മിനിറ്റ് കൊണ്ട് തീരും. എന്നിട്ടോ ലോകത്തിന് വലിയ സ്ത്രീ കളിക്കുന്നു മറ്റുള്ള നമ്മൾക്ക് കണ്ണാടി കൊടുത്തിട്ട്. അപ്പൊ ഇതിലവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ വർക്കിന് പോകുന്ന സ്ഥലത്ത് പോയിട്ട് എന്നെ പിടിച്ചിറക്കിയിട്ട് അവിടെ ഇവർക്ക് പാഠം പഠിപ്പിക്കണം. പിന്നെ ഞാൻ ഉദ്ഘാടനത്തിന് പോകുന്ന സ്ഥലത്ത് ഇവര് ഓട്ടോയിൽ വന്നിട്ട് അവിടെ മൈക്ക് കെട്ടി വെച്ച് അവിടെ വിളിച്ച് പറയണം. പിന്നെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ തല്ലണം, എന്റെ വീട് ആക്രമിക്കണം, എന്റെ കല്യാണ സ്ഥലത്തേക്ക് വന്നിട്ട് കല്യാണം മുടക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പച്ച ആളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. ശരിക്കും ഞാനിതിൽ തന്നെ ഉറച്ചു നിൽക്കും. കാരണം വെച്ചാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഓഡിയോ കേട്ടല്ലോ. ഇത്രയും ഒരു ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ കരയുന്നത്. കാരണം അവർക്കെതിരെയുള്ള ആരോപണങ്ങളും ഗൂഢാലോചനകളും കേട്ട്. കാരണം അവരുടെ സ്ഥലത്ത് പോയി, അവരെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി അവരെ വിളിച്ചിറക്കി അപമാനിക്കണം, അടിക്കണം, കുത്തണം, അങ്ങനെയൊക്കെ ഉള്ളൊരു തരത്തിലുള്ളൊരു ത്രെട്ടണിങ് വോയിസാണിത്. അപ്പോൾ
അപ്പോൾ അത്രയും അവർ മാനസിക ബുദ്ധിമുട്ടും വിഷമവും അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഞാനിപ്പോഴും പറയുന്നു, അങ്ങനെ ഒരു പോസ്റ്റ് അവരിട്ടെങ്കിൽ അത് ന്യായമായി, സത്യം തുറന്ന് പറയുമ്പോൾ പലർക്കും അത് കൊള്ളുകയും പൊള്ളുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഈ കാണുന്ന ഓരോരുത്തർക്കും എന്താണ് ഈ കേസിനെ പറ്റി പറയാനുള്ളത്, അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സീമയുടെ പോസ്റ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.